அரங்கம் அதிரட்டுமே விசில் பறக்கட்டுமே கூலி பவர் ஹவுஸ் எனக்கும் குறையாத കൂലി ഇന്നല്ലല്ലോ ഇറങ്ങുന്നേ ട്രെയിലർ ഷോ. ഇന്ന് ട്രെയിലർ ഇറങ്ങുന്ന ദിവസമല്ലേ, അപ്പൊ ട്രെയിലർ ഷോ നീ തിയേറ്ററിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന് കാണാം. ഓ നല്ല വഴി. ഇതെന്തോ ഈ വഴി ഇങ്ങനെ ഇരിക്കുന്നേ. വീണേനെ ഇതെന്തോ അകത്തുനിന്ന് ഇടിമിന്നലോ അതോ ടിക്കറ്റ് കൗണ്ടർ ആണല്ലോ. അങ്ങോട്ട് നോക്കട്ടെ. ഈ കാറും ഇങ്ങനെ ഇട്ടേക്കുന്നേ, ഞാൻ ഇതെങ്ങനെ കയറും? മണ്ണമില്ലാത്തോണ്ട് രക്ഷപ്പെട്ട് ഞാൻ ഇങ്ങനെയും കയറാം. പിന്നല്ല ആരുമില്ലേ? ഹലോ, ഇതെന്തു ഇത്ര ഇരുട്ട്? ഇതിനകത്തിരുന്ന് ഇടിയും മഞ്ഞിലൊക്കെ പോയല്ലേ. കോഹ്ലി എഫക്റ്റ്. അയ്യോ, മാസ് എൻട്രി പോയല്ലോ. കറണ്ട് പോയി, മാസ് എൻട്രി എല്ലാം പോയി. ജനറേറ്റർ ഓണേ. ആശീർവാദ ഹോം തിയേറ്റർ ബ്രോ. ഇവിടെ എല്ലായിടത്ത് വെക്കട്ടെ. ഓ തലവരെ, നിങ്ങളാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്ന ആള്? ആളല്ല, നിങ്ങളുടെയൊക്കെ അമ്മാവനാ. അമ്മാവനല്ലേ? കേട്ടിട്ടുണ്ട്. ഈ തിയേറ്ററിന്റെ ഉടമയല്ലേ നിങ്ങള്? ഇപ്പൊ എന്തിനാ വന്നേ അത് പറ. അത് പിന്നെ ഞാൻ വെളിയിൽ അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്. അത് തന്നെ. അപ്പൊ ഈ ട്രെയിലർ ഷോ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? അതല്ല, പോസ്റ്റർ അവിടെ ഞാൻ വെള്ളി വെച്ചേക്കാൻ മണ്ട. എപ്പോഴാ? അത് 7 മണിക്കാ പറയാ. 7 മണിക്കാണോ? ഇപ്പൊ സമയം എന്തോയി? 6:30 ആവുന്നേ ഉള്ളൂ. അത് പോലെ ഈ സൺ പിക്ചേഴ്സ് ഉണ്ടല്ലോ, യൂട്യൂബ് ചാനല് 7 മണിക്കാണ് ഇപ്പൊ അവര് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ വെക്കുന്ന ടൈം അല്ല അത്. ഓ, യൂട്യൂബ് ചാനൽ ഇറങ്ങുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇനി 1/2 മണിക്കൂർ ഞാൻ എന്തോ ചെയ്യും? നിനക്കൊന്നും യാത്ര ഇത്ര അത്യാവശ്യം? നീ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വേണം പോയി വെയിറ്റ് ചെയ്യും. 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. അയ്യോ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്നാ ഒരു ടിക്കറ്റ് എടുത്തേരെ. A few moments later. നമുക്ക് സ്പെഷ്യൽ ചാർജ് ഒന്നുമില്ല ഇപ്പൊ. ഒരു തേങ്ങയില്ല ഇയാൾ അങ്ങോട്ട് പോ. നിക്ക് നീ എന്തുവാ? അമ്മാവ, ഇതെന്തോ ഇത്? അതെന്തോന്നറിയോ നിനക്ക്? അതൊരു ടൈമറാണ് മോനെ. അയ്യേ, അത്രയുള്ള. അതിലെ അമ്മാവൻ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈം ആവുമ്പോ അത് ബി പി 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 അടിക്കും. അപ്പൊ നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ശരി എന്നാ. 3 days later. പിന്നെ അത് ഓഫ് ആവണമെങ്കിൽ അത് എറിഞ്ഞു പൊട്ടിച്ചാൽ മതി കേട്ടോ. അത് കേട്ടാണോ എന്തോ ഇതിലാവട്ടെ, അതൊന്ന് വന്നോളൂ. 6.5 hours later. ഇതെങ്ങനെ ഓഫ് ചെയ്യണേ? പിന്നെ അത് ഓഫ് ആവണമെങ്കിൽ അത് എറിഞ്ഞു പൊട്ടിച്ചാൽ മതി കേട്ടോ. ശരി ശരി ശരി. ഇല്ല, അമ്മാവൻ പറഞ്ഞായിരുന്നു, ഞാൻ ചെറുതായിട്ട് കേട്ടായിരുന്നു. ഓ അയ്യേ, അതെന്തോ അങ്ങനെ സൗണ്ട് കേൾക്കുന്നേ? ഒരു സമയം പെട്ടെന്ന് നോട്ടെ. 6:58. എത്ര ഉള്ളായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മൾ ട്രെയിലർ ഹോം തിയേറ്ററിൽ ഇട്ട് കാണാൻ വേണ്ടി പോവാണ്. സൗണ്ട് ഒക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ്. സെറ്റ് ആയിട്ട് കാണാൻ പോവാ. ഓക്കെ. തുടങ്ങി. அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. எனக்கு நம்ம இந்த கட்டூர்கால மட்டும் அவனுக்கு பெரிய ஆளான மாதிரி தெரியல. அவனுக்கு உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றாங்க சார். இங்கு கபாதான் 400 பேர்ல அந்த ஒரு கூலி, அந்த ஒத்த கூலி. ஒரு என்ன நாம தோட்டா இறக்கலாம். 30 வருஷமா நாட்டிலேயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது
யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். അരമ 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 ഏയ് അരമ 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 ഏയ്. എടേ ആ മ്യൂസിക് കൊള്ളാടെ, അനിരുദ്ധിന്റെ അരിയെടുപ്പും കാര്യങ്ങളും തലവറിനെ കാണിച്ചപ്പോഴും ആ മ്യൂസിക്കോടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അമീർ ഖാൻ എല്ലാരും അടിപൊളിയായിട്ടുണ്ട്, ശ്രുതി ഹസൻ പിന്നെ സൗബിൻ ഓക്കെ എല്ലാരും സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ പടം ഇതോടെ ഇത് എന്നൊക്കെ ഫ്രെയിംസ് ആടെ ഫുള്ള് ഇടിയും പിടിയും കളർ ഗ്രേഡിങ്ങും എഡിറ്റിംഗ് ഒക്കെ വിഷയമാണ്. ഫിലിമോൻ രാജാണ് എഡിറ്റിംഗ്, പറയണ്ടല്ലോ, ഭയങ്കര എഡിറ്ററാണ്. സീൻ സാധനം ഫുള്ള് അടിയും പിടിയും കുത്തുമൊക്കെയാണ്. ഓക്കെ, ഭയങ്കര വയലൻസ് ആണ്. മാത്രമല്ല ഈ സിനിമ റേറ്റഡ് ആണ്, പടമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല വയലൻസ് കാണും. ഇപ്പോൾ ലോകേഷിന്റെ നമ്മൾ ലിയോ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ റേറ്റഡ് ആയിട്ട് വരാൻ തുടങ്ങിയത് യു-ബാർ ആയതായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞ സിനിമയാണിത്. ഓക്കെ, അപ്പം രജനികാന്ത്, അമീർ ഖാൻ, ശ്രുതി ഹാസൻ അവരൊക്കെ കണ്ടു. പിന്നെ സൗബിൻ, ഇപ്പം എല്ലാവർക്കും നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വട്ടം കണ്ടതേ ഉള്ളൂ, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി 1-2-3 വട്ടം കാണണം, എന്താണ് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, മ്യൂസിക് കൊള്ളാം കേട്ടോ, ഭയങ്കര അനിരുദ്ധിന്റെ വേറെ ടൈപ്പ് രീതിയിലുള്ള മ്യൂസിക് കണ്ടിട്ടുണ്ട്. ഓക്കെ, നല്ല ബീറ്റുള്ള. അമീർ ഖാൻ ഒരു സീൻ കാണിച്ചു, ആ ഒരു പാർട്ടിലൊരു മ്യൂസിക് വന്ന ഒരു സീനായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു കേട്ടോ. ലിയോന്റെ ട്രെയിലർ ഇറങ്ങുന്ന സമയത്ത് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഇതിന് വരുത്തിയിട്ടില്ല. ഒരു ഹൈപ്പും ഒരു വലിയ പ്രൊമോഷനും ഇല്ലാതാണ്, സൈലന്റ് ആയിട്ടാണ് ഈ ട്രെയിലർ ഇറക്കിയേക്കുന്നത്. എന്നാലും ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ നിങ്ങളിപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനി സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓഗസ്റ്റ് 14 സിനിമ. ഓക്കെ, പടം ഇനി ഓഗസ്റ്റ് 14 ഇനി ഇറങ്ങുന്നത്. ഓക്കെ, ഇപ്പം 2 തീയതി ആയതേ ഉള്ളൂ, അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് ആവും ഓഗസ്റ്റ് 14. ഓക്കെ, നമ്മുടെ തലേവറിന്റെ പെർഫോമൻസ്, എന്നിട്ട് ബാക്കിയുള്ള സിനിമയിലുള്ള എല്ലാവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഭയങ്കര കട്ട വെയിറ്റിങ്. ഓക്കെ, എന്നിട്ട് ലോകേഷ് കനകരാജിന്റെ മേക്കിംഗ്, പുള്ളിയുടെ ട്രെയിലർ അത് കാണുമ്പോൾ ഒരു ഫീൽ ഒരു വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 14 മൂവി കാണാൻ വേണ്ടി നമുക്ക് പോവാം. അപ്പൊ എന്തായാലും ഹൗസ്ഫുൾ ആയിരിക്കും, തൂക്കും സിനിമ. ഓഗസ്റ്റ് 14 പെട്ടെന്ന് ആവും. അപ്പോൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഒക്കെ വിറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കും കിട്ടത്തില്ല. ഓക്കെ ഗൈസ്, ആക്ഷൻ ഡ്യൂഡ് ഹോം തിയേറ്റർ കൂലി ട്രെയിലർ റിയാക്ഷൻ വീഡിയോ കണ്ടു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ ഗൈസ് ബൈ.